നോക്കി നടക്കണേ. അല്ലേ മുള്ളൂത്തും. അയ്യോ നോക്കി നടക്ക്, ഓടല്ലേ. മോനെ നിക്ക്. അയ്യോ മോനെ നിക്ക്. എനിക്ക് നിന്റെ ഒപ്പം ഓടാൻ വയ്യട മോനെ. പറ്റിക്കല്ലേ. അതൊന്നുമില്ല മോനെ, സാരമില്ല, ഒന്നുമില്ല. അത് അവിടെ നിന്നൊരു കമ്പ് കൊണ്ടതാ അമ്മയുടെ മൂക്കിൽ. അതൊന്നുമില്ല മോനെ, ഒന്നുമില്ല, സാരമില്ല കേട്ടോ. മോൻ നടക്ക്. സ്വാമിയേ ശരണയ്യപ്പ. ജോസേട്ടാ ഒരു ചായ. ചായ. മോളെ പിടി, അടുക്കളയെ കുറച്ച് ജോലി ഉണ്ട് അച്ഛാ. ഇങ്ങോട്ട് മോളെ. തക്കടു കരയണ്ട മോളെ. മോള് കരയണ്ട, അപ്പൂപ്പൻ്റെ അടുത്തല്ലേ. മോള് കരയാതെ. കരയണ്ട കേട്ടോ. ഉമ്മ ഉമ്മ ഉമ്മ. മോളെന്തിനാ കരയണം? അപ്പൂപ്പനല്ലേ, അപ്പൂപ്പൻ്റെ പൊന്നുമോളല്ലേ, ചക്കരയല്ലേ മോളെ. കരയണ്ട മോളെ. മുതലാളിയില്ലേ? അകത്തുണ്ട്. മുതലാളി അറിഞ്ഞോ വിശേഷങ്ങൾ? വിശേഷങ്ങൾ പലതുണ്ട്. നീ എന്താണ് ഉദ്ദേശിക്കുന്നത്? ജോസേ, വന്നു. കൊച്ചിനെ തറവാട്ടി കൊണ്ട് വിട്. കള്ളമ്മാണി ചാക്കപ്പ മുതലാളി ചാട്ടയ്ക്ക് അടിച്ചു. എന്തിന്? സന്തോഷം അല്ലായിരുന്നോ? കള്ളമ്മാണിയും അവറാച്ചനും 100 രൂപയ്ക്ക് വെറ്റുവെച്ചു. ചാക്കപ്പ മുതലാളി ചാട്ടയ്ക്ക് അടിക്കണമെന്ന്. ചെറിയ ചെറിയ മോഷണങ്ങളായിരുന്നു. കൂലിത്തലും തുടങ്ങിയോ? ഇപ്പൊ എന്തായി? അവനെ പിടിച്ച് പോലീസിലേൽപ്പിച്ചു. എന്നിട്ട് പിന്നെ എന്തു ചെയ്തു? കേസൊന്നും എടുക്കണ്ട, വിട്ടയച്ചേക്കാൻ പറഞ്ഞു. ഓഹോ, അത് ശരി. ചാക്കപ്പന്റെ ഔദാര്യം. അതെ അതെ. കുറച്ച് വെള്ളം. എണീച്ച് പോടാ. ഒന്ന് പോയേടാ. ഇതേവരെ ചായ കുടിച്ച് കഴിഞ്ഞില്ലേ? ചേട്ടാ ഉണ്ട പൊരിണ്ടാ? ഇവിടെ ഇല്ലാത്ത സാരേ ചോദിക്കുള്ളോ? അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ഏതാണ്ടിരിക്കണം മാതിരി. അമ്മ ചായ വാങ്ങിച്ചു അരിച്ചു കഴിച്ചോ? ഇതാ ഇപ്പൊ കഴിയും. പരിപ്പ് വെന്തു കേട്ടോ. വരുന്നു. ചേട്ടാ ഒരേത്ര. ഇവനെ കൊണ്ട് ഞാൻ മടുത്തു. ഇതൊക്കെ എങ്ങോട്ടാണ് പോണേ? ഇരിക്കുവാണ്. ഇതേലേക്ക് നോക്കണം. എന്താ ചേട്ടാ? എന്താ ഭിക്ഷക്കാർക്ക് ഇവിടെയല്ല, പിന്നാമ്പറത്താ. വാസുവേ. ഓ, അവരെ അവിടെ ഇരുത്തി തന്നെ ഭക്ഷണം കൊടുക്ക്. ഓ ശരി ശരി. 1 ദോശ എനിക്ക്, 2 ദോശയും ചായയും മോന്. കുറ്റിയും പറിച്ച് വരും ഓരോരോ വായി നോക്കികള്. ചെത്തിക്കുളയും ഞാൻ. പറ്റില്ല, എഴുതിക്കോട്ടോ. കഴിക്ക്. മോൻ കഴിച്ചോ? മോൻ വയറ് നിറച്ച് കഴിച്ചോ?
മോനെ സൂക്ഷിച്ചു. വെള്ളം കുടിച്ചു. മതിയോ? അമ്മ വല്ലതും തരണേ, എന്തെങ്കിലും തരണേ. പോയെ ഇവിടെ ഒന്നുമില്ല. എന്തെങ്കിലും കഴിക്കാൻ തരണേ. 4 ദിവസമായി എന്റെ കുഞ്ഞ് ഭക്ഷണം കഴിച്ചു. ഇവിടെ ഉള്ളവർക്കേ കഴിക്കാനൊന്നുമില്ല. പിന്നെയാ നിങ്ങൾക്ക്. ഒന്ന് പോയെന്ന്. എന്തെങ്കിലും കുറച്ച് താ അമ്മ എന്റെ കുഞ്ഞിന്. പണി എടുത്ത് ജീവിച്ചുകൂടെ കുട്ടികൾക്ക്? അയ്യോ, അല്ലെങ്കിൽ ഞങ്ങള് പട്ടിണി കിടന്ന് ചത്തുപോകും. രാവിലെ തന്നെ ഓരോന്ന് വലിഞ്ഞു കയറി വന്നോളും. അങ്ങനെയൊന്നും പറയല്ലേ അമ്മ. എന്തെങ്കിലും തന്ന് സഹായിക്കണം. ഇല്ല, ഇപ്പൊ പട്ടി അഴിച്ചു വിടും. പൊക്കോ. അയ്യോ, പട്ടീനെ അഴിച്ചു വിടലേ, ഞങ്ങള് പോക്കോളാവേ. അമ്മേ, അവിടെ ഇരിക്കും മോനെ, പയ്യെ നോക്കി. അവിടെ ഇരിക്കും. അമ്മ ചോറ് തരാം. ആകട്ടെ. കഴിച്ചു. പയ്യെ ജീവിതം എത്ര ഭേദം. ചിലർ ആട്ടി ഓടിക്കുന്നു, ചിലർ എന്തെങ്കിലും തരുന്നു. ഒരു പണി ആരും തരുന്നില്ല. തെണ്ടിയായി പോയില്ലേ.
മോനെ കരയുന്നേ? മോൻ എന്തിനാ കരയുന്നേ? അമ്മ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും കേട്ടോ. മോൻ വിഷമിക്കണ്ട, അമ്മ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. വാസു, വാസു. എന്താ മുതലാളി? മോൻ വിഷമിക്കണ്ട, ഞങ്ങളൊക്കെ അല്ലേ ഇവിടെ. മുതലാളിയോട് ഞാൻ അന്നേ പറഞ്ഞതാ ഇവരെയൊക്കെ ഇവിടെ ഇരുത്തി തീറ്റ കൊടുക്കരുതെന്ന്. മുതലാളി കേക്കണ്ടേ? മുതലാളിക്ക് അന്നേരം സഹതാപം കൂടും. നീ കൊച്ചിനെ അകത്തേക്ക് കൊണ്ടുപോകൂ. ഓ. ബാക്കി കാര്യം നാളെ നോക്കാം. മോനെ, മോന്റെ പേരെന്താ? അമ്മേ, എന്താ മോനെ? എന്താ അമ്മയ്ക്ക് പറ്റിയേ? പനിയാ മോനെ. ഡോക്ടർ എന്താ പറഞ്ഞേ? കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞേ. മരുന്ന് കഴിക്കുമ്പോൾ മാറിക്കോളും. കുത്തിവെച്ചപ്പോ വേദന എടുത്തോ? ചെറുതായിട്ട് വേദന എടുത്തു. ഈ മരുന്ന് എനിക്ക് കുറച്ച് കുടിക്കാൻ തരുമോ? അതിന് മോന് പനിയില്ലല്ലോ. ഇത് കൊയിനാവുള്ള കുറച്ച് കുടിച്ചു വെച്ച് കുഴപ്പമൊന്നുമില്ല. നല്ലതമ്മേ, എനിക്കിഷ്ടായി. അമ്മേ, എന്താ മോനെ? എനിക്കൊരു ചായ വാങ്ങിച്ചു താ. എന്താ മോന് വിശക്കുന്നോ? ആ അമ്മേ. എങ്കി വാ, നമുക്ക് അശോക് ഹോട്ടലിലേക്ക് പോവാം. കഴിക്കാൻ എന്തെങ്കിലും? എനിക്കൊന്നും വേണ്ട. നിനക്ക് വല്ലതും വേണോ? എനിക്കൊന്നും വേണ്ട. രമേശേ, നിനക്കെന്താ വേണ്ടേ? 2 ദോശ. വേറെ എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട ചേട്ടാ. ആ. പൈസ കൊടുക്ക. എൻ്റെ ഒന്നും ഇരിപ്പില്ല. ഉണ്ടായിരുന്നു, ഞാൻ ഇന്നലെ കൊടുത്തില്ലേ? എൻ്റെ ഉണ്ടായിരുന്നു. രമേശ, ദോശ. ഇപ്പൊ നീ കൊടുക്ക്. എൻ്റെ ഒന്നും ഇല്ലാത്തോണ്ടാ. അപ്പൊ പിന്നെ ഇവിടെ എന്താ ചെയ്യാ? കാശ് പിന്നെ മതി. ദേ അതിനു വേണ്ടി നിങ്ങൾ തല്ലൂടണ്ട. ചേട്ടാ, ആ നിന്നെ കണ്ടിട്ട് കുറേ ദിവസം ആയാലുള്ള. ഞാനിവിടെ ഇല്ലായിരുന്നു ചേട്ടാ. ആ എന്താ പാർവതി, എന്തുണ്ട് വിശേഷം? ബാങ്കിൽ ഒന്നും ജോലിയൊക്കെ പറയണ്ട എങ്ങനെ? ശങ്കരേട്ടാ, വലിയ ബുദ്ധിമുട്ടാ. ലോൺ എടുത്തവരാണെങ്കിൽ പൈസ തിരിച്ചടക്കണില്ല. ജപ്തിക്ക് ചെന്നാലോ ആത്മഹത്യാ ഭീഷണി. ആ അവരിൽ കാശ് വേണ്ടേ പാർവതി? ശങ്കരേട്ടൻ പറഞ്ഞത് ശരിയാ. ആശുപത്രി വരെ വന്നതാ. ആ ഇവനൊരു ചായ കൊടുക്ക്, ആ, വാ കഴിക്കാനും മോനെ, എടുത്തോ. കേറിയിരിക്ക്. അപ്പോ ഇവർക്ക് വേണ്ടത് കൊടുത്തേ. സൂര്യഭഗവാനെ കാക്കണേ. പരിപാടി പറഞ്ഞെടുത്തോളൂ. ആ ആയിക്കോട്ടെ, 1 2 എടുത്തു. അമ്മേ, ദേ. എന്താ മോനെ? ആ ഇത് വള്ളോനല്ലേ, വിറക് കൊട്ടുന്ന വള്ളോൻ, കൂത്താട്ടോളത്തെ വള്ളോൻ. എടാ, അടിക്കണേ, ലോട്ട് അടിക്കുന്നത്. പൈസ നാളെ തരാം. ആ ഇല്ലെങ്കിൽ ഞാനടിക്കും. ഇന്നാ ഇതിൽ ഉപ്പ് നോക്കിയേ, ഉപ്പുണ്ടോ നോക്കിയേ. ഇച്ചിരി കുറവുണ്ട് കേട്ടോ. കുറവുണ്ടോ? ഇന്ന് ഒരൽപ്പം ഉപ്പിടും. അരി ഇട്ടില്ലല്ലോ? ഇല്ല. അതെ ശങ്കരേട്ടാ, ഞങ്ങളുടെ കാശ് എത്രയായി? അപ്പോ ഓ, ഇവരെ കാശ് എത്രയായി? 50 രൂപ. ആ 50. ഇതാ. വാ മോനെ, വാ നമുക്ക് പോവാം. വരാം അമ്മേ. ആ ഇത് നോക്കണേ, ഇതിൽ കുറച്ച് ഉപ്പിട്. ആയിക്കോട്ടെ. വള്ളുവനെ, എന്തെങ്കിലും കഴിച്ചിട്ട് തുടങ്ങ്, അതിനുശേഷം ആ. പണിയാലോ. ആ
പച്ചക്കറിയും പലവ്യഞ്ജനം വാങ്ങണം. വീടെത്തുമ്പോഴേ സന്ധ്യയാവും. നമുക്ക് ആട് മാർക്കറ്റ് വഴി പോവാം. വേണ്ട അമ്മേ വേണ്ട, നമുക്ക് അശോക ഹോട്ടലിന്റെ മുന്നിൽ കൂടെ പോവാം. ആ, നിനക്ക് വള്ളവനെ കാണാനല്ലേ, എനിക്ക് മനസ്സിലായി. ബാ പോവാം. എന്താ വേണ്ടേ? പഴം എന്താ വില? പഴം 30 രൂപ. 1 കിലോ എടുത്തോ. ഉം. വെള്ളരിക്ക, പിന്നെ സവാള 1 കിലോ, പിന്നെ 1 കിലോ ഉരുളക്കിഴങ്ങ്, വേറെ ബീൻസ് 1/2 കിലോ എടുത്തോളൂ. ബീൻസാ? ആ, ഇത്രയും തൂക്കിക്കോ. എത്രയായി? 150. ദാ ദേമേ വള്ളോൻ. ഉറങ്ങുവോ മോനെ? ശല്യം ചെയ്യണ്ട. വാ, നമുക്ക് പോവാം. വാ മോനെ, വാ. ഇതുകൊണ്ട് ശരിയാക്കിയേ. രാജാ, ആ, മുതലാളിയെ കണ്ടോ? ഏയ് ഞാൻ കണ്ടില്ല. അപ്പോ എവിടെ പോയി? ജാനകി, അവൻ വന്നുമില്ലേ? നടക്കട്ടെ നടക്കട്ടെ. എന്തോ നിങ്ങൾക്ക് എപ്പോഴും ഇത് പറയാൻ നേരമുള്ളോ? കഷ്ടം തന്നെ. ഞാനുള്ള സത്യം പറഞ്ഞതാ ചങ്ങാതി. ഒന്നും സംഭവിക്കാതെ വശത്താക്കുക. ആ ഫോട്ടോകളൊന്നും മനസ്സിലാവണില്ല. ഇയാൾക്ക് വേറെ പണി. കണ്ണ് വെക്കാതെ ചേട്ടാ, അങ്ങോട്ട് മാറ്. ഇപ്പൊ പോയേനെ. ഇയാൾക്ക് ഇത് തന്നെ വേണം. അവക്ക് കൊണ്ട് ഇപ്പൊ വിറകിനോട് മല്ലടിക്കുന്ന പോലെയാണല്ലോ ചോറിനോടും. വല്ലാത്തൊരു ജന്മാണേ. ഓ, അവന്റെ ഒരു തീറ്റ കണ്ടോ രാജാ? ആ പാവം തിന്നോട്ടെ. എല്ലാം മുറിയെ പണി ചെയ്യുന്നതല്ലേ. ആ പാവം തിന്നോട്ടെ. നിങ്ങൾ എന്നെ കുറിച്ച് ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ പറയുന്നത്. അവന് വെള്ളം കൊടുക്ക, അല്ലെങ്കിൽ ഗ്ലാസ് പൊട്ടിക്കും. ഞാൻ പോവാ. അപ്പോ ഒന്നും നടന്നില്ലല്ലേ? ഓ,
സുന്ദരനാകുന്നുണ്ടല്ലോ. ഒത്തിരി സുന്ദരനായാലേ നിനക്ക് ആളെ കണ്ടാൽ മനസ്സിലാവില്ല. ഇയാളൊന്ന് പോയേ. നിങ്ങൾക്ക് എപ്പോഴും കുറ്റം പറയുന്ന നേരമുള്ളോ? അതൊരു പാവം മനുഷ്യനല്ലേ, പാവത്തിന് വെറുതെ വിട്. എൻ്റെ പൊന്നു രാജ, ഞാൻ കുറ്റം പറഞ്ഞതല്ല. ഒത്തിരി സുന്ദരനായാലേ ഇവക്ക് ആളെ മനസ്സിലാവില്ലെന്നേ. നിങ്ങളുടെ തലമുടി കട്ട് ചെയ്യുന്നുണ്ടോ? തലയിൽ ഒന്നുമില്ല, താഴെ ഒരു ഇച്ചിരിയേ ഉള്ളൂ. ഉള്ളത് മൊത്തം കുശുമ്പ, അത് ശരിയാ. വേറെ ഒന്നുമില്ല. മുതലാളി പൂട്ടാണല്ലേ? ആ പൂട്ടിക്കോ. ആ പറഞ്ഞോടാ. ഇല്ലല്ലോ. ആ നാളെ കാണാം. ഓക്കെ. അച്ഛാ ഏ പോവാ. ആ പോവാം. ആ പിന്നെ വിളിക്കാം. ആയിക്കോട്ടെ. ഞങ്ങൾ അടയ്ക്കാൻ പോവാ. ആ ശരി. പോവാ. ശരി കേട്ടോ. അച്ഛാ കയറ്. പറ്റേ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. ആവൂ എൻ്റെ ഈശ്വര, കാത്തോളണേ ഭഗവാനെ. ഈശ്വര രക്ഷിക്കണേ. എന്താ അച്ഛാ പറയാനുള്ളത്? എൻ്റെ അച്ഛൻ എനിക്ക് കൈമാറി തന്നാണ് ഈ ഹോട്ടലും വള്ളുവനെയും. അച്ഛൻ എന്താ ഈ പറഞ്ഞു വരുന്നത്? എനിക്ക് വയസ്സായി, ഒരു അറ്റാക്കും കഴിഞ്ഞു. ഇതുവരെ അധ്വാനിച്ചത് നിന്റെയും നിന്റെ സഹോദരിമാരുടെയും വിദ്യാഭ്യാസവും വിവാഹവും നടത്തി. ഇനി എനിക്ക് വയ്യ. നാളെ മുതൽ ഈ ഹോട്ടലിൻ്റെ ഉത്തരവാദിത്വം നീ ഏറ്റെടുക്കണം. എന്താച്ചാ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം? പെട്ടെന്നല്ലല്ലോ, ഒരുപാട് ആലോചിച്ചു. ഇതാണ് ആ സമയം. നീ അത് ഏറ്റെടുക്കണം. ശരി, അച്ഛൻ്റെ ഇഷ്ടം പോലെ. പിന്നെ വേറൊരു പ്രധാന കാര്യം, വള്ളുവൻ്റെ കാര്യം നിനക്കറിയാലോ? ആ അറിയാം. ഇത്രയും കാലം അവൻ നമ്മളോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഒരിക്കലും അവനെ പറഞ്ഞു വിടരുത്. 15-ാമത്തെ വയസ്സിൽ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നവനാ വള്ളുവൻ. അവനെ ഒറ്റപ്പെടുത്തരുത്. നമ്മുടെ ഉയർച്ചയ്ക്ക് പ്രധാന കാരണം വള്ളുവൻ്റെ അധ്വാനമാണ്. എല്ലാവരും ഗ്യാസിലേക്ക് തിരിഞ്ഞപ്പോഴും വിറകടുപ്പ് നിലനിർത്തിയത് വള്ളുവന് വേണ്ടിയാ. വാ, മോളൊരാഴ്ച വീട്ടിൽ പോയി നിൽക്കുക. കുറേ ആയില്ലേ? ശരിയമ്മേ. അതെ, അവര് വന്നു. ഇന്നെന്താ ഇത്ര വൈകിയത്? 10 മണിയായല്ലോ. നീ ഇപ്പൊ കുളിച്ച് ആഹാരം കഴിക്കാൻ വരുമ്പോഴത്തേനും 10:30 നിങ്ങൾക്ക് കഴിച്ച് കിടന്നൂടായിരുന്നോ? അതല്ലല്ലോ പതിവ്. പോയി കുളിച്ചിട്ട് വാ, ഞാൻ ആഹാരം എടുത്തു വെക്കാം. ശരി. അമ്മേ, എന്താടി നിന്റെ മുഖം കടന്നല് കുത്തിയ പോലെ? ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നു. അതെന്തിനാ? ഓ, ഒന്നും അറിയാത്തതുപോലെ. എന്താ, ഇന്ന് നേരത്തെ വന്നിട്ട് സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞല്ലായിരുന്നോ? അതുകൊണ്ട് പണികളെല്ലാം ഞാൻ നേരത്തെ തീർത്തു വെച്ചിരുന്നു. ഇത് കണ്ടോ, ഞാൻ നേരത്തെ ഒരുങ്ങി നിൽക്കുമായിരുന്നു. ഓ, അത് ഞാനങ്ങ് മറന്നുപോയി. അതേ, ഇന്ന് അച്ഛൻ പതിവിൽ കൂടുതൽ കുറേ സംസാരിച്ചു. അത് നമ്മുടെ ബിസിനസ് കാര്യങ്ങൾ തന്നെയാ. ദേ, നീ വിഷമിക്കണ്ട. നാളെ തന്നെ നമുക്ക് പോവാം. ഇന്നത്തെ വിഷമേ നാളെ നമുക്ക് തീർക്കാം. മാത്രമല്ല, നിന്റെ വീട്ടിലേക്കും കൂടെ പോവാം. നിങ്ങളുടെ വാക്കും പഴയ ചാക്കും കണക്കാ. അല്ലടി,
നീ പിണങ്ങാതെ. നീ ഇരിക്കടി. എന്നെ പറ്റിക്കാൻ പറയണമെന്നല്ലോ. ഇല്ലടി മോളെ. സത്യം? ആ സത്യം. എന്റെ ചക്കര അവിടെ നിക്ക്. മോനെ അമ്മ വിളിക്കുന്നു. അച്ഛൻ വന്നൂട്ടാ. നീ അച്ഛൻ വന്നു. അവിടെ ഇരിക്കടി. വീടാ. എത്ര നാളായി വീടാനേ. ഒന്ന് വീടുന്നു. നീ അവിടെ ഇരിക്കടി. ഏട്ടന്റെ ഒരു കാര്യം. എന്നതോ? ബാക്കി ഭക്ഷണം കഴിച്ചിട്ട് വന്നിട്ട് ഒന്ന് പോയേ ഏട്ടാ. നിക്കടി. അവനോ ഇതാ പുറകെ വരുന്നുണ്ട്. മതി. കറി ഒഴിച്ചു കൊടുക്കും മോളെ. നിങ്ങൾ കഴിക്കണില്ലേ? നിങ്ങൾ കഴിച്ചോ, ഞാനും മോളും പിന്നെ കഴിച്ചോളാം. എന്താ പറ്റിയേ? എന്താ വയ്യായിക? മോനെ സുരേഷ്, എന്താ അമ്മ വിളിച്ചേ? അച്ഛനൊരു വയ്യായിക. ഹോസ്പിറ്റലിൽ പോണാച്ചാ? ഹോസ്പിറ്റലിൽ പോച്ചാ? സുജേ, അച്ഛാ കിടക്കച്ചാ. എന്താ പറ്റിയേ? അറിയില്ല മോളെ, അച്ഛനൊരു വയ്യായിക. നെഞ്ചുവേദന. അച്ഛാ ആശുപത്രിക്കൊക്കെ പോവാച്ചാ. അല്ലെ ഒന്ന് കിടക്ക്. നെഞ്ചു തടവി തരാം. കിടക്ക്, കിടന്നാ മാറും. പതുക്കെ മെല്ലെ മെല്ലെ പതുക്കെ. അച്ഛാ ഹോസ്പിറ്റലിൽ പോവാച്ചാ. അമ്മേ അച്ഛന് നന്നായി വേർക്കുന്നുണ്ടല്ലോ അമ്മേ. സുജേ, വെള്ളം എടുക്ക. നീ ഇത്തിരി വെള്ളം എടുക്ക. വേണ്ട, അന്ന് അച്ഛനോട്. അതെയോ? ഉറങ്ങിക്കോ. ഉറങ്ങി ശരിയാവും മക്കളെ. അച്ഛാ, 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 അച്ഛാ കണ്ണു തുറക്ക. അച്ഛാ, അച്ഛാ, അച്ഛാ കണ്ണു തുറക്ക. അച്ഛാ കണ്ണു തുറക്ക. അച്ഛാ. ചേട്ടാ, എന്തിനാ ഇങ്ങനെ പട്ടിണി കിടക്കണം? ഇങ്ങനെ പട്ടിണി കിടന്നാൽ ചത്തുപോകില്ലേ? റോഡിന് വീതി കൂട്ടിയപ്പോ കട പൊളിച്ചുപോയി. അതല്ലേ ചേട്ടന് പണിയില്ലാണ്ടാവും. അത് ശരിയാ. നമുക്കുള്ളതൊക്കെ കൊണ്ട് ഇവിടെ കഴിയാൻ പാടില്ലേ? ഇവിടെയും പണികളൊക്കെ ഉണ്ടല്ലോ. ഇവിടുത്തെ പണിയൊക്കെ ചെയ്തിട്ട് നമുക്കൊന്നിച്ചൊരു കുടുംബം പോലെ കഴിയത്തില്ലേ?
ശരി, ചേട്ടനെ വിഷമിപ്പിക്കുന്നില്ല. വാടി, നമുക്ക് പോവാം. വെള്ളവും കിടക്കട്ടെ. ഉച്ചവെയിലിൽ ഇത്തിരി നേരം ഇരിക്കട്ടെ ഞാൻ. താൻ ഒരൊറ്റത്തടി. എവിടെ നിന്നോ വന്നു, എവിടേക്കോ പോണു. പുഴയിലെ പൊങ്ങുതടി കണക്ക് ജീവിക്കാൻ കൊതിയുണ്ട്. എന്നാൽ വിധിച്ചത് ഏകാന്തത. അത് മതി, അത് മതി. താനാര്? താനാര്? ആരുമല്ല, ആരുമല്ല. വള്ളുവനെ, മുതലാളി മരിച്ചത് അറിഞ്ഞോ? മുതലാളി മരിച്ചറിഞ്ഞോന്ന്? സൂര്യ, എന്താ മോനെ, നീ ഉറങ്ങണില്ലേ? ഇല്ലമ്മേ, ഇന്നെങ്കിലും ഇത് പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. പഴയ വീട് പൊളിച്ച് പുതിയത് പണിതപ്പോഴും നീ ഇത് കളയാൻ സമ്മതിച്ചില്ലല്ലോ. അത് ശരിയമ്മേ. ഞാനിത് പൂർത്തീകരിക്കാൻ വേണ്ടി വള്ളുവനെ കാണാൻ പോയിരുന്നു. ഹോട്ടൽ അവിടെ പൊളിച്ചിട്ടിരിക്കുക. വള്ളവൻ ശങ്കരേട്ടൻ്റെ വീട്ടിലുണ്ടാവും. നമുക്ക് നാളെ അങ്ങോട്ട് പോവാം. ഞാൻ എന്തായാലും കണ്ണു വരയ്ക്കാൻ പോകും. ആ വള്ളുവിനോ? ഇത്രയും നാൾ എവിടെയായിരുന്നു? വള്ളുവിനിരിക്കെ, ഞാൻ ചോറെടുത്തിട്ട് വരാം. അമ്മേ, ദാ വള്ളവും വന്നിരിക്കുന്നു. എന്റെ ഭഗവാനെ, വള്ളുവനെ, എവിടെയായിരുന്നു ഇത്ര നാളും? മഴുത, മഴുത. എന്താ വള്ളുവനെ, എന്താ ഇത്ര വിഷമം? മനുഷ്യനായാൽ ഒരു നാൾ തിരികെ പോണ്ടേ? അതുകൊണ്ട് വള്ളുവൻ സങ്കടപ്പെടണ്ട.
എന്താ എന്ത് പറ്റി? വള്ളോനെ, വള്ളോനെ, അമ്മ, വള്ളോനെ എന്ത് പറ്റി? അയ്യോ വള്ളോനെ. അയ്യോ മോനെ, എന്ത് പറ്റില്ല വള്ളോന്? ഈശ്വരൻ നമ്മളെ പരീക്ഷിക്കാണല്ലോ. നമ്മളെ വിട്ടുപോയമ്മേ. അമ്മേ, ഇവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ടല്ലോ? ആരോ മരിച്ചു എന്ന് തോന്നുന്നു. നല്ല മനുഷ്യനായിരുന്നു കേട്ടോ. പാവം, എന്തുമാത്രം പണിയെടുക്കണം. കിടക്കണ കിടപ്പ് കണ്ട. പറഞ്ഞിട്ട് കാര്യമില്ല, മനുഷ്യന്റെ വിധി. അമ്മേ, സാറേ, ഇത് എപ്പോഴാണ് സംഭവിച്ചത്? ഇന്നലെ വിറക് വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ കുഴഞ്ഞു വീണതാ പുറകിൽ. സാറേ, വിഷമിക്കണ്ട കേട്ടോ. ഞാൻ അവനെ ഒത്തിരി കളിയാക്കിയിട്ടുണ്ട്. ഒരു പാവം.